ഹായ് ഗായ്സ്. അങ്ങനെ നമ്മൾ നീണ്ട ദിവസങ്ങളുടെ യാത്രകൾക്ക് ശേഷം കൊച്ചിയിലെത്തി. കൊച്ചിയിലെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം കൊച്ചിയിലെത്തിയ ഫുള്ള് ബിസി ആയിരുന്നു. അങ്ങനെ പരിപാടികളൊന്നും നടന്നില്ല. അതാണ് അപ്പൊ കുറച്ച് ഡിലേ ഒക്കെ വന്നത്. ഇനിയിപ്പോ വ്ളോഗ്സ് ഒക്കെ എന്തായാലും ഫോർ ഫ്രം ദ പുരം എല്ലാരും ഒന്നിക്കുന്നത് വരെ എന്തായാലും കുറച്ച് എല്ലാ ദിവസവും ഇടയിൽ ഉണ്ടാവൂല, ഇടക്കൊക്കെ കേടുള്ളൂ. പിന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി ലേറ്റ് നൈറ്റ് ആയപ്പോ കൊച്ചി വിടാൻ തീരുമാനിച്ചു. കൊച്ചിയിൽ നിന്ന് നേരെ കോയമ്പത്തൂര് പോവാണ്. അപ്പൊ ഇനിയിപ്പോ കോയമ്പത്തൂരിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മുടെ താമസിക്കുന്ന ഏരിയയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഇനിയിപ്പോ ഇന്ന് പാതിരാക്ക് എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല, എന്നാലും മാക്സിമം നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളും പോണ വഴിക്കുള്ള ചെറിയ ചെറിയ ചായക്കടകളും നമ്മള് സ്റ്റോപ്പ് ആൻഡ് റെസ്റ്റിംഗ് ടൈമും ഒക്കെ കാണിച്ചു തരാം ഇൻഷാല്ലാ. ബാക്കി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ നമ്മൾ കോയമ്പത്തൂർ സേലം ഹൈവേയിലാണുള്ളത്. നമുക്ക് കൊച്ചിന്ന് എത്ര ദൂരം ഉണ്ട് കോയമ്പത്തൂർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു 175 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് ലേറ്റ് നൈറ്റ് ആണ് ട്രാവൽ ചെയ്യാനായിട്ട്, കാരണം തിരക്കും കുറവായിരിക്കും. വെയിലില്ല, എനിക്ക് വെയില് തീരെ പറ്റൂല. അപ്പോ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ലേറ്റ് നൈറ്റ് ഇറങ്ങല. ലേറ്റ് നൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോവാം. നമ്മൾ അധികം ടയേർഡൊന്നും ആവില്ല. ഇപ്പൊ ഒരു 4 hours ട്രാവലിംഗ് ഉണ്ടെങ്കിലും നമുക്ക് ആ 4 hours അത്ര ഭയങ്കര ഹെക്റ്റിക് ആയിട്ടൊന്നും തോന്നൂല. ഉണ്ടോ? ഇപ്പൊ സ്മൂത്ത് റൈഡ് അല്ലേ, ഇതേപോലെ ഇങ്ങനെ പയ്യെ പോയാൽ മതി. സ്ഥലങ്ങളൊക്കെ കാണിച്ചെടുക്കുക. അതെ, ക്യാമറയുടെ പിന്നിൽ ഇൻവെർട്ടർ ആണ് ഗൈസ്, അതുകൊണ്ടാണ് വേറെ ശബ്ദമൊന്നും ഇല്ലാത്ത. ഇതിൽ പറയണൊക്കെ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നാളെ തൊട്ട് ഇൻവെർട്ടറിനും പണിയുണ്ട്. ഇപ്പൊ എനിക്കും പരിപാടികൾ ഉണ്ടാവും. എന്നാലും മാക്സിമം നമ്മൾ വ്ളോഗ്സ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുനടക്കാൻ നോക്കാം ഇൻഷാല്ലാ. ഞങ്ങൾ പോവാണ് ഗൈസ്. ലേറ്റ് നൈറ്റ് വണ്ടി ഓടിക്കുന്ന പ്രത്യേക സുഖമുള്ള പരിപാടിയാണ്. ഇങ്ങനെ പോവുക, നമ്മൾ ലിമിറ്റ്സിന്റെ അണ്ടറിൽ വേണം പോവാൻ. പിന്നെ നാഷണൽ ഹൈവേ ആയതുകൊണ്ട് നമുക്ക് ഒരു 100-ലൊക്കെ പിടിച്ചു പോവാം, അതൊന്നും ഒരു വിഷയമല്ല. ഗൈസ് പൊളിച്ചിരിക്കണം ഗൈസ്. ബാക്കി ആരും ഇല്ലാത്തോണ്ട് വണ്ടിയിൽ ഭയങ്കര നിശബ്ദതയാണ്. പക്ഷെ നമുക്കൊരു വിഷയമല്ല, നിങ്ങളോട് സംസാരിക്കാം. ഇൻവെർട്ടറോ സംസാരിക്കില്ല, ഇൻവെർട്ടർ വെറും പോസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിച്ച് വണ്ടി ഓടിക്കാന്ന് വിചാരിച്ചു. ഇടക്ക് വെച്ചിട്ട് ഞങ്ങൾ വഴിയൊക്കെ തെറ്റി വേറെ ഏതോ വഴിയിലൊക്കെ എത്തി. അതൊന്നും ഒരു വിഷയമല്ല, അതൊക്കെ തരണം ചെയ്ത് we are back on the highway guys. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെന്താ ഒന്നും പറയാനില്ലാത്ത? ഇവിടെ വണ്ടിയിലുള്ളതും ഇല്ലാത്തൊക്കെ കണക്കാണ്. ഒറ്റക്ക് ഓടിക്കണല്ലേ ഞാൻ. ഇവളെ ഓടിക്കാന്നാണ് പറയണത് ഗൈസ്. അങ്ങനെ എന്റെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഫാസ്ടാഗ് റീചാർജ് എന്നാ എന്റെ ഫോൺ ചെയ്തോ. നമ്മൾ ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഒരു മിനിറ്റ്, 1 second ഗൈസ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വീഡിയോസില് സൗണ്ട് ക്വാളിറ്റി ഒക്കെ ശോകമാണ് എന്ന് അറിഞ്ഞുകൊണ്ടും അങ്ങനെ പ്രേക്ഷകരുടെ ഒരു സജഷൻ പ്രകാരം, പ്രേക്ഷകർ നമ്മുടെ ഈ കൂട്ടുകാരൊക്കെ തന്നെ കേട്ടോ, അപ്പോ ഇവരുടെയൊക്കെ സജഷൻ പ്രകാരം നമ്മൾ പുതിയ മൈക്ക് ഇറക്കി ഗായ്സ്. അങ്ങനെ പ്രോട്രോണിക്സിന്റെ നമ്മൾ
വയർലെസ് മൈക്ക് എടുത്തിട്ട് ഇപ്പോൾ അവിടെ സീറ്റ് ബെൽറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് ഒക്കെ ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. നല്ല ഒരു ചായക്കട ഇല്ലെങ്കിൽ ഒരു ചായ കടി കഴിക്കുന്ന ടൈപ്പ് കട തപ്പി കുറെ നേരം ഞാൻ നോക്കണു, പക്ഷെ ഇതൊന്നും കിട്ടിയിട്ടില്ല. അതിനെ സെറ്റ് ആക്കണം. ഇൻവെർട്ടർ വീണ്ടും കിടക്കാൻ പോവാ ഗൈസ്. നമുക്ക് 24 മണിക്കൂറും ഈ തീറ്റ ഉറക്കം തീറ്റ, ഇതാണ് അവളുടെ മെയിൻ എന്റർടൈൻമെന്റ്. അപ്പൊ ബൈ ഗൈസ്, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പൊ കുറെ നേരം ഇങ്ങനെ വ്ളോഗ് ചെയ്തോണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കൈ നല്ല വേദനിക്കും. എന്നാലും പറ്റണത്ര ഞാനിങ്ങനെ ചെയ്യാം. അപ്പൊ ബായ്. ഇൻവെർട്ടർ ബായ് പറയൂ. ബായ്. ഹായ് ഗൈസ്, അങ്ങനെ ഐ എം ബാക്ക്. ഉറങ്ങിക്കിടന്ന ഇൻവെർട്ടറിനെ ഞാൻ വീണ്ടും കുത്തിപ്പൊക്കി ഗൈസ്. എനിക്കങ്ങനെ ഒറ്റക്ക് വ്ളോഗ് കൊടുത്ത് വണ്ടി ഓടിക്കുക രണ്ടും കൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളെ എത്തിയെടുപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ പാളിയേക്കര തൃശ്ശൂർ ടോൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലേറ്റ് നൈറ്റ് ട്രാവലിംഗ് ഒക്കെ നൈസ് ആണെങ്കിലും ചില സമയത്ത് ഇതേപോലെ ഫുൾ തിരക്കായിരിക്കും. അതാണ് കഷ്ടപ്പാട്. ക്യൂ കുറഞ്ഞ ഫാസ്റ്റാഗിലൊക്കെ കേട്ടാൻ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. എല്ലായിടത്തും തിരക്കാണ്. എന്താ അറിയില്ല, എന്തെങ്കിലും പ്രത്യേകത. പിന്നെന്താ ഇത്ര തിരക്ക്? ഇല്ലെങ്കിൽ വർക്കിംഗ് ഡേ അല്ലേ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് അടിക്കാം ഗൈസ്. നല്ല ഫ്രഷ് ചെയ്ത് പുറത്തേക്ക് പോകണം. പക്ഷെ ബാക്കിൽ വണ്ടി. അങ്ങനെ നീണ്ട ക്യൂവിന് ശേഷം നമ്മൾ പാളിയേക്കര ടോള് കിടന്നു ഗൈസ്. ഇനി നമുക്ക് ഒരു 121 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും നല്ല കടവെല്ലാം കാണുകയാണെങ്കിൽ ഒന്ന് ചവിട്ടണം, നല്ലൊരു ചായ കുടിക്കണം. വിശപ്പൊന്നുമല്ല, എന്നാലും ഇനിയിപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ വിശപ്പൊന്നും അറിയില്ല. നോക്കാം. ഇന്നത്തെ വ്ളോഗ് മിക്കവാറും വൻ ബോറിങ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ തന്നെ. പിന്നെ നമ്മള് ഇതൊക്കെ എങ്ങനെ എന്താണ് നമ്മുടെ ലൈഫിൽ ഇപ്പൊ സംഭവിക്കണെന്ന് കാണിക്കാനായിട്ട് തുടങ്ങിയ ഒരു വ്ളോഗാണ്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പോട്ടെ. സൂൺ ഷാനും കോയമ്പത്തൂർ വരാന്നാ പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചില്ല. ഇപ്പൊ ബൈ ഗൈസ്. നമ്മുടെ ഇൻവെർട്ടർ ഉറങ്ങി ഗൈസ്. അതുകൊണ്ട് ഞാൻ പയ്യാണ് സംസാരിക്കുന്നത്. എപ്പോഴും സ്ഥിരം പരിപാടിയാണത്. എപ്പോ ട്രിപ്പ് ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണെങ്കിലും ഇവിടെ നേരത്തെ കിടന്നങ്ങടെ ഉറങ്ങും. ഞാൻ ഒന്ന് കണ്ണടച്ചോട്ടെ എന്ന് കഴിക്കും. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ അറിയില്ലല്ലോ. അപ്പൊ പിന്നെ കിടക്കുമ്പോ കാണാൻ നല്ല ക്യൂട്ടാണെങ്കിലും അധികം ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് അവരെന്നെ തെറി പറയും. അതുകൊണ്ട് നമ്മളിപ്പോ ടോൾ റോഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ഉണ്ട് ഒരു 1 hour 56 minutes ഡ്രൈവ്. ഇതുവരെ ഞാൻ പറഞ്ഞ ചായക്കട എത്തിയിട്ടില്ല. ആ ചായക്കട എത്തണമെങ്കിൽ ആക്ച്വലി വാളയാർ എത്തണം. വാളയാർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ഇടാറ് നോർമലി. ഞാനിങ്ങനെ വണ്ടിയില ലൈക്ക് മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും എന്താ പറയാ ഇതേപോലെ ഇങ്ങനെ നിർത്തി ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. മെമ്പേഴ്സ് കുറവാണെങ്കിൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് ഒറ്റ ഡ്രൈവർ എടുക്കും. അതുകൊണ്ടാണ് ഈ ലേറ്റ് നൈറ്റ് ഇറങ്ങണം, ഒറ്റ സ്ട്രെച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അതാവുമ്പോൾ വലിയ മടുപ്പുണ്ടാവില്ല.
എന്തായാലും ഇനി അടുത്തത് ഏത് റോഡില് ഇങ്ങനെ വേണം ഹൈവേക്കാണ് ഈ കിടക്കാൻ. ഇങ്ങനെ 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 മറ്റേ എന്താ പറയുക, ഇങ്ങനെ ബട്ടർ പോലെ സ്മൂത്തായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ നമുക്കിങ്ങനെ വണ്ടിയുടെ കംഫർട്ടൊക്കെ ആസ്വദിച്ച് വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോവാം. പിന്നെ ഈ ആജാനബാഹു വണ്ടിക്കാണെങ്കിൽ ഇതേപോലെ ഹൈവേസിൽ ഒരു 80+100 അണ്ടറിൽ അങ്ങനെ പോയാലേ മൈലേജ് കിട്ടുള്ളൂ. അല്ലാതെ ഈ വണ്ടിക്ക് എന്താ പറയുക, നമുക്ക് ഈ സിറ്റിയിലൊക്കെ ഇങ്ങനെ ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ മൈലേജ് എന്ന് പറയുന്ന സാധനമേ ഇല്ല ഗൈസ്. ഒരു 8-9 കിട്ടാറുള്ളൂ സിറ്റിയിലാണെങ്കിൽ, നമ്മൾ ചവിട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഹൈവേയിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും, അത്യാവശ്യം കിട്ടും. ഇപ്പോഴത്തെ മൈലേജിൻ്റെ നോക്കുമ്പോൾ നമുക്കൊരു 13 കിട്ടുന്നുണ്ട്. എന്തായാലും റിഫ്യൂൽ ചെയ്യേണ്ടി വരും. എന്നാലും ബെറ്ററാണ്. 8-9 ബെറ്ററാണല്ലോ 13-14. അതാണ് വണ്ടിയുടെ അവസ്ഥ. പക്ഷെ റോഡ് സെറ്റപ്പ് ആട്ടോ, റോഡ് രക്ഷയില്ല. നമ്മള് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ ഒരു 2 days പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരാണ്. പക്ഷെ ഇപ്പം ഏകദേശം ഒരു 2 weeks ഒക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. പറയണ്ട, മൊത്തം ഇതായിപ്പോയി. ഈ ഭാഗങ്ങൾ ഫുള്ള് ഇതേപോലത്തെ കണ്ടോ, ചിപ്സ് കടകളായിരിക്കും മെയിനായിട്ട്. ചായ കടകളെക്കാട്ടിയും കുറച്ച് ഫുൾ ചിപ്സ് കടകളായിരിക്കും. എനിക്കറിയില്ല ഹോൾസെയിൽ റീറ്റെയിൽ അതിൻ്റെയൊക്കെ പരിപാടി. നല്ല നല്ല പലഹാരങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് തോന്നുന്നത്. ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. ഞാൻ ചിപ്സിൻ്റെ ഒന്നും ആളല്ല ഞാൻ. ഐ മീൻ ബനാന ചിപ്സിൻ്റെ അത്ര വലിയ ആളൊന്നുമല്ല. ബാക്കിയൊക്കെ കഴിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ടോൾ എത്താറായിരിക്കുകയാണ് ഗൈസ്. ചായക്കടയുടെ അടുത്ത് എത്താറായി. അപ്പം നമ്മൾ റീചാർജ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ വേറെ ഫോൺ എടുത്ത് റീചാർജ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്താണെന്ന് അറിയില്ല, എപ്പോൾ ഫാസ്റ്റായി നിർത്തിയാലും ഇതേപോലെ ഇരിക്കും. ഒന്ന് അവർക്കൊന്ന് നിർത്തിച്ചൊന്ന് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് നിർത്തിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഇവിടെയൊക്കെ ഫുള്ള് ബനാന ചിപ്സിൻ്റെ പരിപാടികളായിരിക്കും. നമ്മൾ കുതിരയാനെത്തി ഗൈസ്. കുതിരയാൻ തുരങ്കം സാധനം സെറ്റാണ്. പക്ഷെ ഇതിനകത്ത് റേഞ്ച് ഒന്നും കിട്ടില്ല. നമ്മൾ ഈ തുരങ്കത്തിൻ്റെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ റേഞ്ച് ഒന്നും കിട്ടില്ല. ഈ ഒരു സ്ട്രെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. റോഡൊക്കെ സെറ്റപ്പാണ്. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ലോറികളുണ്ടാവും. അതിനകത്ത് മിക്കവരും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ചിലവന്മാരുണ്ട്, ഇൻഡിക്കേറ്റർ അവിടെ, ഹെഡ്ലൈറ്റ് അവിടെ, ടെയിൽ ലൈറ്റ് എവിടെയെന്ന് അറിയാത്തവന്മാരാണ് ഈ വണ്ടി ഓടിക്കണമെന്ന് എനിക്ക് പലതവണയും തോന്നിയേക്കണം.
പിന്നെ എന്തെങ്കിലും പറഞ്ഞാലും മനസ്സിലാവില്ല അവന്മാർക്ക്. അവന്മാരൊക്കെ ഏത് നാട്ടുകാരാന്ന് പോലും അറിയില്ല. തോന്നിയ പോലെയൊക്കെ വണ്ടി ഓടിച്ച് തോന്നിയ പോലെയൊക്കെ പോകും. പിന്നെ നമ്മളെ കുതിരയാനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെക്ക് പോസ്റ്റ് വാളയാറായിരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ വാളയാറെത്തി ഗൈസ്. കൂടുതൽ പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. എപ്പോൾ കോപ്പിറൈറ്റ് ഇട്ടാൽ മതി എന്ന് വെച്ചു. നമ്മൾ ആക്ച്വലി അപ്പുറത്തെ സൈഡാണ് നിന്നിരുന്നത്. അപ്പോൾ അവിടെ ഒരുത്തൻ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാത്തതുകൊണ്ട് അവനെ കിട്ടില്ല. അപ്പോൾ ആലയിൽ നിന്നിട്ട് എനിക്ക് കാര്യമില്ല, കുറേ പോസ്റ്റ് അടിക്കും. പിന്നെ അവിടെ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഒന്ന് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വാളയാറെത്തി ഗൈസ്. ഇതാണ് നമ്മുടെ വാളയാറിലെ ചായക്കട. നമ്മളെവിടെയാണ് നിർത്താത്. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഫസ്റ്റ് മലയാളി കടയാണ്. ഇതാണ് നമ്മുടെ സ്ഥിരം ചായ സ്പോട്ട്. വരുമ്പോ ഒന്നും പറയണ്ട. അങ്ങനെ അവസാനം തിരിച്ചെത്തി. കടയുടെ സെറ്റപ്പും കാര്യമൊക്കെ ഞാൻ ബാക്ക് ക്യാമറ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കട. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ മറ്റേ ചിപ്സ് ഐറ്റംസ്, കാര്യങ്ങള്, പലഹാരങ്ങള്, ബൂസ്റ്റ്, സർബത്ത്, ചായ, കോഫി, എല്ലാ സംഭവം കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഈ വഴിയൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് നിർത്തി ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയാൽ സെറ്റായിരിക്കും. ബാക്കി എല്ലായിടത്തും സ്നാക്സ്, ഈ ചിപ്സ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാം കിട്ടും. ഇതാണ് നമ്മുടെ കട. ഇവിടെയാണ് മെയിൻ ആൾക്കാരൊക്കെ നിർത്തി കുടിക്കാറൊക്കെ. അപ്പൊ ഇനിയിപ്പോ ഞാനും പോയി ഒരു കോഫിയൊക്കെ കുടിക്കട്ടെ, എന്നിട്ട് പിന്നെ വീട്ടിൽ പോകാൻ നോക്കണം. അപ്പൊ ബൈ. അങ്ങനെ ഞാൻ പോയിട്ട് ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. പൊണ്ടാട്ടിക്ക് ഒരു ബൂസ്റ്റ് മേടിച്ചെടുത്തു. ആള് ഉറങ്ങി ക്ഷീണിച്ചുകൊണ്ട് കുറച്ച് എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി കുടിച്ച് നമ്മൾ തിരിച്ചിറങ്ങി ഗൈസ്. വി ആർ ബാക്ക് ഇൻ കോയമ്പത്തൂർ. ഇത് വേസ്റ്റ് ഇറങ്ങിയതാ. ഇതാണ് നമ്മുടെ വീട്. വീടൊക്കെ ഫുൾ അലമ്പാണ്. അപ്പോൾ ഇനി ബാക്കി വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ